നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വ്ളോഗിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അവളുടെ 3ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പം അവളുടെ 2ാമത്തെ ബർത്ത്ഡേക്ക് 2 മാസം മുന്നേ ആണ് നമ്മൾ US വന്നത്. അപ്പോൾ അവളുടെ 2ാമത്തെ ബർത്ത്ഡേ ഇവിടെ ആഘോഷിച്ച് ഇപ്പം 3ാമത്തെ ബർത്ത്ഡേ ഇവിടെയാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേക്ക് എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കുക കേട്ടോ. ആദ്യമായിട്ട് അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ കേക്ക് ഉണ്ടാക്കുവാണ്. ഇതിനു മുന്നേ അവളുടെ ആ 2nd ബർത്ത്ഡേക്ക് ശേഷം ഞങ്ങളുടെ ബർത്ത്ഡേസ് വന്നു, വെഡിങ് ആനിവേഴ്സറി വന്നു, അതിനെല്ലാം ഞാനാണ് കേക്ക് ഉണ്ടാക്കിയത്. പക്ഷെ ഇത്തവണ അവൾക്ക് വേണ്ടി ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. അപ്പം മോള് നേരത്തെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അവൾക്ക് മിക്കി മൗസിൻ്റെ തീമിലുള്ള കേക്ക് മതി എന്ന് പറഞ്ഞായിരുന്നേ. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കുക കേട്ടോ. എൻ്റെ ഒരു ബുക്കുണ്ട്, അതിനകത്ത് ഞാൻ അളവെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി കേട്ടോ. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അളവൊക്കെ ഞാൻ കൊടുക്കാം. പിന്നെ എൻ്റെ മേക്കിംഗ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. ഇതെല്ലാം നടക്കുന്ന ഒരു വീക്കെൻഡാണ്. വീക്കെൻഡ് എന്ന് പറയുമ്പോൾ ശനിയാഴ്ച 21-ാം തീയതി ഡിസംബറിലാണ് അവിടെ ബർത്ത്ഡേ. അപ്പം വെള്ളിയാഴ്ച ഞാൻ ബേസ് കേക്ക് ഉണ്ടാക്കി വെച്ചു. പിന്നെ എല്ലാ ഡെക്കറേഷനും ചെയ്തത് ശനിയാഴ്ചയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച ആഘോഷിച്ചിട്ട് ഞായറാഴ്ച ഒരു ചെറിയ ഷോപ്പിങ്ങും പിന്നെ ഹസ്ബൻഡിൻ്റെ വക ഒരു ബിരിയാണി മേക്കിങ്ങും എല്ലാം ഉണ്ട്. അപ്പം മൊത്തത്തിൽ പറഞ്ഞ ഒരു വീക്കെൻഡ് വ്ളോഗായിരിക്കും ഇത് കേട്ടോ. 2-3 ദിവസത്തെ ഒരുമിച്ചുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം കണ്ടു നോക്കേ. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വെജ് ആയതുകൊണ്ട് ഞാനിതൊരു എഗ്ലെസ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് തൈര്, അതിലോട്ട് 2.25 കപ്പ് പൊടിച്ച പഞ്ചസാരയില്ലേ അത് ആഡ് ചെയ്യണേ. എന്നിട്ട് അതിലോട്ട് 1.5 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3/4 ടീസ്പൂൺ വാനില എസൻസ്, 1.5 കപ്പ് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ചേർക്കണേ. അപ്പോൾ ഇത് ഞാൻ 3 കിലോയുടെ അളവാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ 1 കിലോയ്ക്ക് എത്ര വേണം എന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ നമ്മുടെ എന്തെങ്കിലും വിസ്ക് വെച്ചോ അല്ലെ സ്പൂൺ വെച്ചോ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞ് 2 പാനിലാണ് ഇടുന്നത്. ഒരു 2 കിലോയുടെ ഒരു പാന്, പിന്നെ ഒരു 1 കിലോയുടെ പാൻ, അങ്ങനെ ഞാൻ 2ആയിട്ടാണ് ഇടുന്നത്. അതുകൊണ്ടാണ് ഇത്ര അളവ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഒരു 3 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ആണെങ്കിൽ നല്ലോണം അരിച്ച് മാറ്റി വെക്കണേ. അത് ഇതിലോട്ട് കുറേശ്ശെ ആയിട്ട് ചേർക്കണേ. ഒരു 3-4 തവണയായിട്ട് ചേർത്ത് ഒരേ ഡയറക്ഷനിൽ നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ നല്ലതായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പാലുണ്ടല്ലോ അത് കുറേശ്ശെ ഒഴിച്ച് നമ്മുടെ ആ കേക്ക് ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ അതിലോട്ട് ആക്കണേ. ഇനി ഞാൻ 2 പാനിലാണ് ഇത് ചേർക്കുന്നത്. 2 പാനിൽ നല്ലപോലെ ബട്ടർ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇത് ഒഴിക്കണേ. എന്നിട്ട് ഞാൻ മൈക്രോവേവിലാണെങ്കിൽ 350 ഡിഗ്രി ഫാരൻഹീറ്റിലാണെങ്കിൽ എനിക്ക് ഏകദേശം 40-45 മിനിറ്റോളം എടുക്കും കേട്ടോ ഇതൊന്ന് വെന്ത് വരാനായിട്ട്. എന്താന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒരു 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും ഒരു ഈർക്കിലോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം വെച്ച് കുത്തി നോക്കണം. അപ്പം അതിനകത്ത് മാവ് പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അത് വെന്തെന്നർത്ഥം. എനിക്കൊരു 45 മിനിറ്റ് ആയി അതൊന്ന് നല്ലതായിട്ട് വെന്ത് പൊങ്ങി വരാനായിട്ട്. അത് കഴിഞ്ഞപ്പോൾ മാറ്റി വെച്ച് ഫുള്ളായിട്ട് നമ്മൾ വെളിയിൽ വെച്ച് ഇത് തണുപ്പിക്കണം കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ആ പാനിൽ നിന്ന് നമ്മൾ മാറ്റാൻ പാടുള്ളേ. കേക്ക് നല്ലോണം തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് അതൊരു പ്ലാസ്റ്റിക് റാപ്പ് ചെയ്ത് അങ്ങ് വെച്ചേക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിനി അടുത്ത ദിവസമാണ് ഞാൻ ഇനിയും ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത്. അതായത് ബർത്ത്ഡേയുടെ അന്ന് ഉച്ചയ്ക്കാണ് ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വൈകിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത്, രാത്രിയിൽ. അതുകൊണ്ട് ഉച്ചക്കത്തേക്ക് തുടങ്ങാമെന്ന് വെച്ചു. അപ്പം ഞാൻ അതിനുവേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇതുപോലത്തെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ്, കേക്കിന് മുകളിൽ വെക്കാൻ കുഞ്ഞു ടോയ്സ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ബർത്ത്ഡേയുടെ അന്ന് ശനിയാഴ്ച രാവിലെ ഭയങ്കര സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കിയത്. ഓട്സ് പാൻ കേക്കാണ്. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ആകെപ്പാടെ 4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഓട്സ്, മുട്ട,
പാല്, പഴം ഇത്രയും സംഭവം ഉണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാവേ. എനിക്കും മോക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഹസ്ബൻഡ് പാൻ കേക്ക് കഴിക്കത്തില്ല, ഈ പാൻ കേക്ക് കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് മാത്രം കുറച്ച് പുട്ടുണ്ടാക്കി, ബാക്കി ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടെ ഇതുപോലെ പാൻ കേക്കാണ് ഉണ്ടാക്കിയത്. അപ്പൊ എല്ലാ ശനിയാഴ്ചത്തെ പോലെ ഇന്നും മാരിനേഷൻ ആണ് പരിപാടി. വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ടുള്ള മാരിനേഷൻ ഉച്ചയായപ്പോൾ ചെയ്യുക കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ചിക്കൻ എടുത്തപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നതുകൊണ്ട് ബാക്കി വന്ന കുറച്ച് കൊഞ്ചൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആളാണ് മാരിനേഷനൊക്കെ ചെയ്യുന്നത്. ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ മാരിനേഷന്. അതുപോലെ തന്നെ എന്താ പറയുന്ന ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക, അങ്ങനത്തെ ചില കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളത് ഏറ്റെടുത്ത്. അപ്പം ഞാൻ ആ സമയം കൊണ്ട് ഉച്ചക്കത്തേക്ക് ഭയങ്കര പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു കറി ഉണ്ടാക്കുകയാണ് ചോറിന്. ജസ്റ്റ് പാവയ്ക്ക മെഴുക്കോട്ടിയും പിന്നാണെങ്കിൽ മുട്ട തോരനും പിന്നെ മോര് കറിയും കൂടെ റെഡിയാക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണമല്ലോ, മറ്റേ ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളും ഡെക്കറേഷനും ഒക്കെ. അതിന് വേണ്ടിയിട്ട് അങ്ങ് പോയിട്ടോ. ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്രോസ്റ്റിംഗ് റെഡിയാക്കുക, പിന്നെ ഷുഗർ സിറപ്പ് റെഡിയാക്കുക. അപ്പം ഞാൻ ആദ്യം ഷുഗർ സിറപ്പാണ് റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചേട്ടാ, ഞാൻ ഭയങ്കര എളുപ്പ വഴിക്ക് ജസ്റ്റ് നമ്മുടെ പഞ്ചസാരയിൽ വെള്ളം ഒഴിച്ച് നല്ലോണം കലക്കുക കേട്ടോ. അല്ല ചൂടാക്കിയാണെങ്കിലും ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതെടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ഇതുണ്ടല്ലോ ബീറ്റർ വെച്ചിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അത് പക്ഷെങ്കിൽ എനിക്ക് എപ്പോൾ ഇത് ചെയ്താലും ശരിയാവാറില്ല. ഇത്തവണ അതുപോലെ ആയിരുന്നു, കുറച്ച് തരിതരിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആ പാത്രവും ബീറ്ററും ഒക്കെ നല്ലോണം ഫ്രീസ് ചെയ്യണമായിരുന്നു. അത് ചെയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്ര നന്നായിട്ട് വന്നില്ല കേട്ടോ. അതിന് നല്ല പോലെ ഞാനിതിൽ എക്സ്പേർട്ടൊന്നുമല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വിധത്തിലൊക്കെ റെഡിയാക്കി. അങ്ങനെ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കേക്കിൻ്റെ കട്ട് ചെയ്തെടുക്കണം ഓരോ ലെയറായിട്ട്. അപ്പം എൻ്റെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഈ കട്ട് ചെയ്യുന്ന കട്ടർ. അതിനകത്ത് നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും, ഇത്ര ഇഞ്ച് വേണോ എങ്ങനെയുള്ളത് വേണം എന്നുള്ളത് അടയാളപ്പെടുത്തിയാൽ നമുക്ക് അതിനനുസരിച്ച് കട്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ കട്ട് ചെയ്യാനൊക്കെ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും. അത് വെച്ച് ഞാൻ 3-4 ലെയറായിട്ട് അത് കട്ട് ചെയ്തു കേട്ടോ. കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഓരോ ലെയറിലും ഞാൻ ഇതുപോലെ നമ്മുടെ ഈ ഫ്രോസ്റ്റിംഗ് ഇല്ലേ അത് നല്ലോണം തേച്ച് കൊടുത്ത് അങ്ങനെ ഫുൾ ആദ്യം നമ്മുടെ സിറപ്പ് ഒഴിച്ചിട്ട് വേണം തേക്കാൻ. തേച്ചിട്ട് അടുത്ത ലെയർ വെക്കുക, പിന്നെ സിറപ്പ് ഒഴിക്കുക, പിന്നെ നമ്മുടെ ഫ്രോസ്റ്റിംഗ് തേക്കുക. അങ്ങനെ 3-4 ലെയർ ചെയ്ത് ഫുള്ള് ഔട്ടറിൽ ഒരു ലെയർ കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിലൊരു 10-15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അത് നന്നായിട്ട് സെറ്റ് ആവുമേ. അപ്പം അത് സെറ്റ് ആവുന്ന സമയം കൊണ്ട് ഹസ്ബൻഡ് ആണെങ്കിൽ നമ്മുടെ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ബലൂണൊക്കെ ഒന്ന് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നേ. ദൈവമേ, അരമണിക്കൂറോളം അത് സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ അത് എടുത്തിട്ട് നമുക്കിനി മിക്കി മൗസിന്റെ ആ ചെവി ഉണ്ടല്ലോ അത് വേണമായിരുന്നു. അപ്പം എനിക്കത് കറക്റ്റായിട്ട് പാകമുള്ള ഒരു പാത്രം ഒരു ഇത് കിട്ടിട്ടോ. അത് വെച്ചിട്ട് ഞാൻ അതിൻ്റെ അളവൊക്കെ എടുത്തിട്ട് ഒരു വിധത്തിൽ അത് കട്ട് ചെയ്ത് മാറ്റിയെടുത്തു കേട്ടോ. എന്നിട്ട് അത് നമ്മുടെ ചെറിയ കേക്കിൻ്റെ കൂടെ വെച്ചിട്ട് മൊത്തത്തിൽ ഒരു ഫ്രോസ്റ്റിങ് പോലെ ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് സൈഡിലൊക്കെ കുറേയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, അതെല്ലാം നന്നായിട്ട് ക്ലീനും ചെയ്തേ. അടുത്തായിട്ട് ചെറിയൊരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡ് കളറാണ് എടുത്തത്. ഞാൻ റെഡ് കളർ നല്ലോണം കൊടുക്കണമായിരുന്നു കേട്ടോ. ആദ്യം കുറച്ചിട്ട് ഒരിത്തിരി ശരിയായില്ല, പിന്നെ കുറച്ച് ഏറെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല കളറായിട്ടോ. അത് എല്ലാ സൈഡിലും ബോർഡർ കൊടുത്തു, അപ്പോഴേ ആ ഷേപ്പ് ശരിക്കും വരത്തുള്ളായിരുന്നേ. എന്നിട്ട് ഞാൻ വീണ്ടും അത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു കേട്ടോ. പിന്നെ ഇനി ബാക്കിയുള്ള ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരുടെ കൂടെ കൂടി അതൊക്കെ ചെയ്യുമായിരുന്നേ. അപ്പൊ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. നല്ലതായിട്ടുണ്ടോ എന്ന് പറയണേ.
അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കേക്കിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കേട്ടോ. എന്നിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് എഴുതുന്നത്. അപ്പം അതൊരു വിധത്തിൽ ഞാനിങ്ങനെ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി എഴുതിയിട്ടോ. ദേവു എന്നാണ് എഴുതിയത്. ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ദേവു എന്ന് മാത്രം എഴുതി. പിന്നെ നമ്മുടെ കയ്യിൽ HBDൻ്റെ അത് ഹാപ്പി ബർത്ത്ഡേയുടെ ഫുള്ളുള്ള ക്യാൻഡിലുണ്ട്. അപ്പോൾ അതിൽ HBD മാത്രം വെച്ചിട്ട് പിന്നെ ദേവു എന്നങ്ങ് എഴുതുമായിരുന്നു. പിന്നെ അവൾക്ക് എന്തായാലും അതിനകത്ത് കുറേ എന്തെങ്കിലുമൊക്കെ ടോയ്സ് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ആയതുകൊണ്ട് അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതുകൂടെ വെച്ചിട്ടാണെങ്കിൽ കേക്ക് റെഡിയാക്കി കേട്ടോ. നമ്മുടെ അപ്പാർട്ട്മെന്റിൽ 3 ഇന്ത്യക്കാരാണ് ഉള്ളത്. അതിൽ 2 പേർക്ക് പനിയായിട്ട് കിടക്കായിരുന്നു. പിന്നെ ഒരാൾ നാട്ടിലും പോയിക്കായിരുന്നു. അപ്പൊ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു ഇത്തവണ. അപ്പൊ അത് വെക്കട്ടെ. ഞങ്ങള് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊട്ടു. അപ്പൊ അതേട്ടാ ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഗ്രില്ലൊക്കെ ചെയ്തു കേട്ടോ. അപ്പം ഇനി കാണിക്കുന്നത് അടുത്ത ദിവസമാണ്, അതായത് ഞായറാഴ്ച ആണെങ്കിൽ ഹസ്ബൻഡ് മട്ടൻ ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് മട്ടൻ വാങ്ങിക്കുന്നത്. എവിടെ നല്ല മട്ടൻ എവിടെ കിട്ടുമെന്ന് ഡൗട്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ അടുത്തൊരു ഫ്രണ്ട് പറഞ്ഞു അപ്ന ബസാറിൽ ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ അവിടെ പോയി വാങ്ങിയിട്ട് വന്നതാണ്. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചാൽ അത് എൻ്റെ ഹസ്ബൻഡ് തന്നെ വെക്കണം, നല്ല സമാധാനമാകത്തുള്ളൂ. അപ്പോൾ ആളാണ് ഇന്ന് വെക്കുന്നത്. ഞാൻ കൈ സഹായം പോലെ എല്ലാം കട്ട് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. ആൾ അടുക്കള കയറിയോണ്ട് തന്നെ അടുക്കള എപ്പോഴും കിടക്കുന്ന പോലെ ഒന്നും ആയിരിക്കത്തില്ല കേട്ടോ കിടക്കുന്നത്. ഫുള്ള് അലങ്കോലമായിരിക്കും. പിന്നെ ലാസ്റ്റ് എല്ലാം വൃത്തിയാക്കേണ്ടത് എൻ്റെ ചുമതലയായിരിക്കും. എന്നാലും കുഴപ്പമില്ല, വല്ലപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി തരുന്നതുകൊണ്ട് നമുക്കൊരു സന്തോഷമാണല്ലോ. ആൾ ഇതിനകത്ത് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ റൈത്തായൂടെ ഉണ്ടാക്കി, പിന്നെ ആണെങ്കിൽ പപ്പടവും കൂടെ വറുത്തേ. പിന്നെ ഇത് ദമ്മാക്കിയാണ് വെക്കാൻ പോയത്. മൈദ ഇല്ലേ, മൈദ ജസ്റ്റ് കുഴച്ചിട്ട് ഇതെല്ലാം കൂടെ ദമ്മിട്ട് അങ്ങനെ അങ്ങ് വെക്കുമായിരുന്നു കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു. ദേവു ആദ്യമായിട്ടാണ് മട്ടൻ കഴിക്കുന്നത്. അപ്പം അവൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പൂ പോലെ വന്നായിരുന്നു. അപ്പം ഇവിടെ ഈ US ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്ന ബസാറിൽ പോയി ഒന്ന് തിരക്കി നോക്കണേ, ചിലപ്പോൾ അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. എന്തുവാ ഇത് ദമ്പോ? എന്ത് ഇത്? ദമ്പല്ല, ദമ്മ്. ചൂട് കാണും. അവക്ക് അപ്പാ വട്ടിക്ക് മൈദ തേച്ചത് കുറച്ച് അബദ്ധമായിപ്പോയി കേട്ടോ. അത് അകത്തൊക്കെ വന്നു. പിന്നെ അത് കുറേ നേരം എടുത്തത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടോ. നമ്മൾ ഈ ഹോട്ടലിലൊക്കെ തരത്തില്ലേ ഒരു കുഞ്ഞ് പാത്രം, അതിൻ്റെ മുകളിൽ വലിയ പാത്രം, അതുപോലൊക്കെയാണ് കൊണ്ടുവന്നത്. നല്ല രസമുണ്ടായിരുന്നു. ദേവുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവളത് നമ്മളെടുത്ത് അത്രയും ബിരിയാണി തിന്നു കേട്ടോ. സാധാരണ അങ്ങനെ തിന്നാറില്ല, ഇടയ്ക്ക് എരിയെന്നൊക്കെ പറയാറുള്ളത്. ഇന്ന് എന്താണെന്നുള്ളതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അത് മുള്ളു തിന്നു.
ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ വെളിയിലോട്ട് പോവാണ്. കോസ്കോയിലാണ് പോകുന്നത് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ. പിന്നെ നമ്മൾ കേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറേ സാധനം അധികം വാങ്ങിപ്പോയേ. അപ്പോൾ അതൊക്കെ അങ്ങ് റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം അത്രേൻ്റെ ആവശ്യം വന്നില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നേ. ക്രിസ്മസിന് മുന്നേ ഉള്ള ഒരു വീക്കെൻഡ് അല്ലേ, അപ്പോൾ എന്തായാലും അതിനനുസരിച്ചുള്ള തിരക്കും ഉണ്ടായിരുന്നേ. എന്തിനാ അപ്പായെ വിളിച്ചേ? ഏതാ വേണ്ടേ? അത് വേണോ? ഇതോ? അത് മതിയോ? ഈ ബ്ലൂ ആണ്. റിങ്ങോ? റിങ്ങാണോ? റൗണ്ടാണോ? റൗണ്ടുള്ള ഈ റിങ്ങാണോ? ഈ റിങ്ങാണോ? അതും ദേവുവിന്റെ കയ്യനെക്കാട്ടി വലുതാ. അതെന്തിനാ? എന്നാ മറ്റേ തുറക്കാൻ ഒക്കത്തില്ലത്. അവര് ദേവ് എടുക്കുമെന്ന് വിചാരിച്ച് പൂട്ടി വെച്ചേക്ക. ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് നമ്മുടെ പാത്രങ്ങളില്ല, അതിൻ്റെ അടപ്പും പാത്രങ്ങളും ഒക്കെ നമ്മുടെ ഷെൽഫിനകത്തൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഞാനിത് ഒത്തിരി ആമസോണിൽ കണ്ടിട്ടുണ്ട്. ഇത് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നോക്കാം, ഇനി അടുത്ത തവണ വരുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ എൻ്റെ കിച്ചണിലേക്ക് വാങ്ങിച്ചിട്ടോ. ഇതിപ്പോൾ നോക്കിയപ്പോൾ $26. ഞാൻ വാങ്ങിയപ്പോൾ $19 ഉള്ളായിരുന്നു. ഇപ്പൊ അവര് $7 കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അന്ന് വാങ്ങിച്ചത് നന്നായി. എന്തായാലും ഇതിപ്പോ എന്റെ കിച്ചണിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതാണ്. നമുക്ക് എങ്ങനെ വേണേലും മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്ത് വെക്കാമേ. പിന്നെ അവിടെ നിന്നാണെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോയും കൂടെ എടുത്തു കേട്ടോ. ഇത് പക്ഷെ ബൾക്കായിട്ടേ ഉള്ളൂ, നമുക്ക് 2-3 കിട്ടത്തില്ല. ഇത്രയും ഒരു 5-6 പീസായിട്ടേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മെയിനായിട്ട് വാങ്ങിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ സവാളയാട്ടോ. സവാളയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 ടൈപ്പ് സവാള കിട്ടും. അപ്പം അതിലേതെങ്കിലും ഒരെണ്ണം ഞങ്ങൾ എടുക്കും കേട്ടോ. മിക്കവാറും ഈ ഒരു യെല്ലോ കളറില്ലേ ആ സ്റ്റിക്കർ ഉള്ളതാണ് നമ്മൾ എടുക്കുന്നത്. വേറൊരു പച്ച കളറും ഉണ്ട്. അത് ഭയങ്കര വലുതാട്ടോ. അതൊരു ദിവസം കൊണ്ട് തീരത്തില്ല. 2 ദിവസം എടുത്താൽ ഞാൻ ഒരു സവാള തീർക്കുന്നത്. പക്ഷെ അത് കുറച്ചുകൂടെ ലാഭമായതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. സാധാരണ മുറിച്ച് ഉപയോഗിക്കില്ലെന്ന് പറയും, പക്ഷെ ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ നാരങ്ങ വെള്ളം കുടിക്കുക. അപ്പോൾ അതുകൊണ്ട് കുറച്ചേറെ നാരങ്ങ വെള്ളവും എല്ലാം വാങ്ങി. പിന്നെ ദേവുവിന് കുറച്ച് ഫ്രൂട്ട്സും അതിൻ്റെ കൂടെ വാങ്ങിച്ചു കേട്ടോ. ടീ കേക്ക് ഉണ്ടല്ലോ, അത് ഞങ്ങൾ കണ്ടപ്പോഴേ വാങ്ങി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നമ്മുടെ അവിടുത്തെ കൂട്ടാണോ എന്നറിയാൻ വാങ്ങിയാണ്. ഇത് ജാപ്പനീസ് ടീ കേക്ക് ആയിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. അത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വ്ളോഗ്. ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാമേ. താങ്ക് യു. ഫ്ലൈങ്